السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. أما بعد. പ്രിയപ്പെട്ടവരെ, ഒറ്റയടി പാത എന്ന ഡോക്ടർ ജഹഫർ AP രചിച്ച 2023 കാലഘട്ടത്തിൽ IPB ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈയൊരു പുസ്തകം ഈയൊരു ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഈ അടുത്തു നടന്ന ചില സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെതിരായി വിമർശിച്ച ചില ആളുകളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അധ്വാനിക്കാതെ അറിവ് കരസ്ഥമാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിച്ചുകൊണ്ട് അറിവ് കരസ്ഥമാക്കണം എന്നൊരു പ്രത്യേകമായ പ്രമേയം അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ഉടനീളം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്വാനിക്കാതെ അറിവ് ലഭിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചൊറിച്ചിലായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം സയൻസിനെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു സയൻസ് ഒരു മരത്തെയാണ് പ്രത്യേകമായും ചർച്ച ചെയ്യുന്നത്. ആ മരത്തിന് പിന്നിലുള്ള ഒരു കാട് സയൻസ് കാണുന്നില്ല, അത് സയൻസിന് അറിയില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന അറിവാണ് സയൻസ് നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതിന് പിന്നിലുള്ള വലിയ ഒരു ആശയം, വലിയ ഒരു അറിവ് അത് സയൻസിന് നമുക്ക് പറഞ്ഞു തരുന്നില്ല, അത് സയൻസിന് അറിയില്ല. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു പുതുതലമുറ സയൻസിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അറിവാണ് പിൻപറ്റുന്നത്. യാഥാർത്ഥ്യമായ അറിവ് പിൻപറ്റുന്നില്ല എന്നൊരു ബോധം കൂടി ഈ ഒരു പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം രചിച്ചതിലെ രണ്ടാമത്തെ പുസ്തകമാണ് ഈ ഒരു പുസ്തകം. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തെ നോക്കുക, ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം ശാന്തിയെയും സമാധാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാക്കി പറയാം, ആ ഒരു വ്യക്തിയും ഇതെഴുതിയ ജഅഫർ AP എന്ന് പറയുന്ന ഡോക്ടർ ജഅഫർ AP എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹം പുതുതായി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ആക്രമണങ്ങളിൽപ്പെട്ട ഫലസ്തീന്റെ യുദ്ധം, ആ ഒരു യുദ്ധത്തിന്, ഫലസ്തീനെതിരെ നടക്കുന്ന യുദ്ധത്തിന് അദ്ദേഹം ഫലസ്തീൻ അനുകൂലമായി അദ്ദേഹം അതിലൊരുപാട് പരാമർശിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സയ്യിദ്, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, തീർച്ചയായും തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു വളരെ തിരക്കേറിയ ഒരു ഡോക്ടറാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, വളരെയേറെ തിരക്ക് പിടിച്ച ഒരു ജോലിയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ആ ഒരു തിരക്കിനിടയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം അദ്ദേഹം രചിക്കുന്നത്. ഈ ഒരു പുസ്തകം മാത്രമല്ല, ഇതിനു മുമ്പ് രചിച്ചിട്ടുള്ള മലകളുടെ മൗനം എന്ന് പറയുന്ന ഒരു പുസ്തകം, അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം മൂന്നാമതൊരു പുസ്തകം രചിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് വേണ്ടി ഇന്ന് കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു പുസ്തകം രചിക്കുന്നത് ഈ ഒരു തിരക്കിനിടയിൽ തന്നെ കൂടുതൽ യാത്രയിലൂടെയാണ്. അദ്ദേഹത്തെ പറ്റി പറയാൻ, അദ്ദേഹം ഒരു യാത്രക്കാരനും കൂടിയാണ്. അദ്ദേഹം വെറുതെ ഒരു യാത്ര പോകുന്ന ഒരാളല്ല, അദ്ദേഹം ഈ ഒരു പുസ്തകങ്ങൾ രചിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതായത് അദ്ദേഹത്തിന്റെ യാത്രയിലുള്ള ഓരോ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലായാലും, അതേപോലെ തന്നെ ഇതിന്റെ മുമ്പുള്ള പുസ്തകങ്ങളിലായാലും അദ്ദേഹം ഓരോ 50 കുറിപ്പുകളായിട്ട്, അതായത് ഒരു വായനക്കാർക്ക് 2-3 മിനിറ്റ് കൊണ്ട് മനസ്സിലാകാത്ത രീതിയിലുള്ള ഓരോ കുറിപ്പുകളായിട്ട് അദ്ദേഹം രചിക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിലുള്ള ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ അത്രയധികം ഇന്ന് അദ്ദേഹം എഴുത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത്, കാനങ്ങാട് നെഹ്റു കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇത്രയൊന്നും എഴുതുന്ന ഒരാളായിരുന്നില്ല, എഴുത്തിലേക്ക് അധികം പ്രവേശിക്കാത്ത ഒരാളായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി തുടങ്ങിയത്. അങ്ങനെ എഴുതി തുടങ്ങിയ പിന്നീട് ഇന്ന് വളരെ തിരക്കേറിയൊരു
തിരക്കേറിയ ഒരു ഡോക്ടർ വിഭാഗത്തിൽ നിന്ന് അദ്ദേഹം ഇത്ര എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായൊരു തോമസ് ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വളരെയേറെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൽ തന്നെ. മാത്രമല്ല അദ്ദേഹം ഈ പുസ്തകങ്ങളിലേക്ക് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഒറ്റടിപ്പാത അല്ലെങ്കിൽ ഇതിനു മുമ്പ് എഴുതിയുള്ള മലകളുടെ മുനം, ഈ ഒരു പുസ്തകത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും അദ്ദേഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഏകാന്തതയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഏകാന്തതയിലാണ് സമൂഹത്തിൽ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ഇടപെടാനും ഒക്കെ കഴിയുക എന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയാതെ പരാമർശിച്ചിരിക്കുന്നത്. കൂടുതലും ശാന്തിയെയും സമാധാനത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം രചിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കൂടുതൽ പുതുതലമുറകൾക്ക് കൂടുതൽ പ്രചോദനമായി എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ 1-2 കുറിപ്പുകൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകമായും ഈ ഒരു പുസ്തകം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് വാക്ക് എഴുതുന്നുണ്ട്. ഇഫ് വി വർ പെർഫെക്റ്റ് വി വുഡ്ന്റ് ഹാവ് റിട്ടൺ നോവൽസ്. അതിനർത്ഥം ഇത് യൂറോപ്പിലെ ഒരു ചുമരുകളിൽ ഏതോ ഒരാൾ എഴുതി വെച്ചതാണ് എന്നും കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു എഴുത്ത് പറയുന്നത് നമ്മൾ ഒരിക്കലും പൂർണ്ണനല്ല എന്നുള്ളതാണ്. ഇഫ് വി വർ പെർഫെക്റ്റ്, നമ്മൾ പൂർണ്ണനായിരുന്നുവെങ്കിൽ വി വുഡ്ന്റ് ഹാവ് റിട്ടൺ നോവൽസ്. ഈ കഥകളും കവിതകളും ഒന്നും ആരും എഴുതില്ലായിരുന്നു. ഇത്തരം കവിതകളും കഥകളും എല്ലാം എഴുതാനുള്ള കാരണം ഓരോ അവസ്ഥകളെക്കുറിച്ച്, ഓരോ സമയത്തിന്റെ വ്യതിചലനങ്ങളെ കുറിച്ചാണ് ഇത്തരം കവിതകളും കഥകളും എല്ലാം നമുക്ക് ഓരോ അറിവുകൾ പകർന്നു നൽകുന്നത്. അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വീണ്ടും പറയുന്നു, ഈ ഒരു ആധുനിക കാലഘട്ടത്തില് ആധുനിക തലമുറക്ക് പ്രചോദനമാകുന്ന ചില അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ പങ്കുവെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉനൈസ് ഒന്ന് പറയുകയാണെങ്കിൽ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വായനയിലും ജീവിതത്തിലും അതുപോലെ തന്നെ അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു കൃതി കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു കൃതിയിൽ വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവിച്ച് നോക്കുകയാണെങ്കിൽ, യാത്രയുടെ അനുഭവിച്ച് നോക്കുകയാണെങ്കിൽ സൂഫി കാപ്പി എന്ന ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുഹ കാണുകയും അങ്ങനെ ആ ഗുഹയിൽ മധ്യകാലത്ത് ബാബു ബോധാൻ എന്ന ഒരു സൂഫി വര്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നും, അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ബാബു ബുധാൻ എന്നത് അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയ ആ മധ്യകാലത്ത് അവിടെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ എവിടെയും കാപ്പി ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയവ യമനിൽ നിന്ന് മൊച്ചയിൽ നിന്ന് ഒരു 7 കാപ്പി മണികൾ കൊണ്ടുവരികയും അങ്ങനെ അത് ഇവിടെ വളർന്ന് കതിരുകളായി ചെടികളായി ഇന്ന് ഇന്ത്യയിൽ തന്നെ കാപ്പി പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നായി മാറി. അങ്ങനെ അവരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നീതി എന്ന കൃതി കൊണ്ടുവന്നിട്ടുണ്ട്. നീതി എന്ന രചന അദ്ദേഹം അതിൽ പറയുന്നത്, അദ്ദേഹം സുബഹി നിസ്കരിക്കാനായി പള്ളിയിലേക്ക് പോവുകയും അങ്ങനെ ആ സുബഹി നിസ്കരിക്കുമ്പോൾ ഇമാം നീതിയുടെ സൂറത്ത് ഓതുന്നുണ്ട്. അങ്ങനെയാണ് നീതിയെക്കുറിച്ച് അതിൽ വിശദീകരിക്കുന്നത്. ഇവകളാണ് പ്രധാനമായും ഈ കൃതിയിൽ പ്രധാനമായിട്ടുള്ളത്. അതെ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണെങ്കിലും പൊതുവായ ആധുനിക തലമുറയോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. ഈ ഒരു ആധുനിക തലമുറ മടിപിടിച്ച ആളുകളാണെന്നും യഥാർത്ഥത്തിൽ അധ്വാനിക്കാതെയാണ് അവർ അറിവ് കരസ്ഥമാക്കുന്നതെന്നും ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം തീർച്ചയായും വായിക്കുന്ന ഒരാൾക്ക് ഈ സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാവുകയും അതുമൂലം ഒരു അധ്വാനിക്കുന്ന വ്യക്തിയായി, അധ്വാനിച്ച് യഥാർത്ഥ അറിവ് കരസ്ഥമാക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ ആ വ്യക്തിക്ക് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് മാത്രം ഉണർത്തുന്നു.
ഇവിടെ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.